ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഗൈസ്. ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് മുഖിപ്രാവിൻ്റെ വില എങ്ങനെയാണ്, കൂടുതലാണോ കുറവാണോ, എങ്ങനെയാണ് റേറ്റും കാര്യങ്ങളും ഒക്കെ പറയാവുന്നതാണ് ഗൈസ്. ഇതൊരു മീഡിയം ക്വാളിറ്റിയാണ് ഗൈസ് ഈ മുഖി. ഇതിൻ്റെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ബ്ലാക്കിന് ഇപ്പോൾ പൊതുവേ 1000 രൂപയാണ് ഗൈസ് പെയറിന്. അത് കൂടത്തില്ല എന്ത് ചെയ്താൽ. എത്ര ക്വാളിറ്റി ഉള്ളതാണേലും 1000 രൂപ വരത്തുള്ളൂ. ഇപ്പോൾ ഡിമാൻഡ് ബ്ലാക്കിന് കുറഞ്ഞിരിക്കുവാണ് ഗൈസ്. സിൽവറിനൊക്കെ 1500. മറ്റേ സാൻഡിൽ അവിടെ ബാക്കി ഇരിക്കുന്ന അതും 1500 രൂപയൊക്കെ വരും. സിൽവറാണ് ഇച്ചിരി കൂടെ ഡിമാൻഡ് കൂടി. ഇതിനകത്ത് നിൽക്കുന്നതിൽ സിൽവർ മൂവിക്കാണ് ഏറ്റവും ഡിമാൻഡ് ഇപ്പോൾ നിൽക്കുന്നതിൽ. അത് നല്ല സ്റ്റാൻഡിങ് ക്വാളിറ്റി ഉണ്ട്. പിന്നെ അതിപ്പോൾ മീഡിയം ക്വാളിറ്റിയാണ് എല്ലാം മൂന്നും. കറക്റ്റ് മാർക്കിംഗ് ആയിട്ടുള്ള മുഖിയല്ല, പക്ഷേ മീഡിയം ക്വാളിറ്റി ഉണ്ട്. സ്റ്റാൻഡിങ് ക്വാളിറ്റി ആ സിൽവറിനാണുള്ളത്. അതിനാണ് അതും കൊണ്ട് അത്രയും ഒരു 1500 രൂപയെങ്കിലും വരും ആ സിൽവറിന്. അതൊരു ഫീമെയിൽ മുഖിയും കൂടെയാണ്. ഇത് മൂന്നും ഫീമെയിലാണ്, മെയിലില്ല. മെയിൽ ഒരു ഇതുണ്ടായിരുന്നു ആൺപ്രാവ്, അത് ചത്തുപോയി. അത് പ്രായമായി, ഭയങ്കര ഏജ് കൂടുതലായിരുന്നു. അതിൻ്റെ കുഞ്ഞാണ് ആ ബ്ലാക്ക് ആയിട്ടുള്ളത്. മുഖിപ്രാവ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിന് തുടക്കക്കാർക്കായിട്ട് വളർത്താൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഗൈസ്. ഏറ്റവും ഇമ്മ്യൂണിറ്റി ഉള്ള തുറന്നു വിട്ട് വളർത്താൻ പറ്റിയ ഒരു ബെസ്റ്റ് സാധനമാണ് ഗൈസ്. ഇത് നാടൻപ്രാവിൻ്റെ ആ ഒരു തന്നെ ഇമ്മ്യൂണിറ്റി ഉണ്ട്, ഏകദേശം ഇത്രയും തന്നെ ഉണ്ട്. ഇത് തുറന്നു വിട്ടാൽ നല്ല ഹൈറ്റ് പറക്കുകയും ചെയ്യും. നല്ല രീതിയിലാണ്, നല്ല കാണാൻ ലുക്കാണ് ഗൈസ്. നല്ലൊരു എടുപ്പാണ് ഗൈസ്. ആ തലയിൽ വെള്ളം വന്നിട്ട് പിന്നെ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യും. ഏറ്റവും കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള പ്രാവെന്നാണ്. ഷെയ്ക്ക് ചെയ്യും ഇങ്ങനെ ഇങ്ങനെ മിനിറ്റ് ഇങ്ങനെ സെക്കൻഡ് ഇങ്ങനെ വെച്ച്. അതാണ് ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള മുഖിപ്രാവ്. ഓരോ സെക്കൻഡിന് ഇങ്ങനെ വെച്ച് അനക്കുന്നു ആ കഴുത്തിൻ്റെ ഭാഗം. പിന്നെ മുഖി ഇഷ്ടംപോലെ വെറൈറ്റി ഉണ്ട്. ആൽമണ്ട് മുഖിയുണ്ട്, റെഡ് മുഖിയുണ്ട്, ബ്രൗൺ ഉണ്ട്, സിൽവർ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, സാൻഡിലുണ്ട്. സാൻഡിലാണ് എൻ്റെ ബാക്കി മറ്റേ ആയിരിക്കുന്നത്, സാൻഡിൽ കളറ്, ചന്ദനം ആ ഒരു കളറ്. പിന്നെ ബ്ലൂ ബാർ മുഖിയുണ്ട്, പിന്നെ വൈറ്റ് മുഖിയുണ്ട്. അത് അടിപൊളി സാധനമാണ്. അതെനിക്ക് വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഗൈസ്. ഞാൻ കടയിൽ കണ്ടായിരുന്നു സാധനം, പക്ഷേ അതാ ഏറ്റവും വില കൂടിയ മുഖി. 2000 രൂപയാണ് ഗൈസ്. ചത്ത് കഴിഞ്ഞാൽ പണി വാളും. അതുകൊണ്ട് ഞാൻ അത് ശ്രദ്ധിക്കത്തില്ല. ഞാൻ ഇവിടെ കൊണ്ടിട്ട് കോളനിയായിട്ട് വളർത്തേണ്ട വരും. വളർത്തിക്കഴിഞ്ഞാൽ അത്രയുള്ള മുഖി ഇറങ്ങത്തില്ല, മിക്സായി പോവും. അതുകൊണ്ട് ഞാൻ അതിനിപ്പോൾ എടുക്കുന്നില്ലെന്ന് വിചാരിച്ചു. പക്ഷെ നല്ല രസമാണ്. ഫുൾ വൈറ്റ് വരുമ്പോൾ നല്ല രസമാണ് ഇങ്ങനെ കഴുത്തനക്കുന്നത് കാണാൻ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കപ്പിൾസ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കപ്പിൾസിൻ്റെ ഒരു ഫേവറേറ്റ് ബ്രീഡാണ് ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നല്ലൊരു ഹൈ ക്വാളിറ്റി മുഖികളെ രണ്ടിനെയും പിടിച്ചിങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ട് ഇങ്ങനെ കിടന്ന് അനങ്ങുന്ന പോലെ ഇങ്ങനെ ഫീൽ ചെയ്യുമോ, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതുപോലെ ഷേപ്പാണ്. ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പക്ക സ്റ്റാൻഡിങ് വരും. ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ഇങ്ങനെ വരും തലയുടെ അവിടെ ഇങ്ങനെ. ഇതിപ്പോൾ മീഡിയം ക്വാളിറ്റിയാണ് എൻ്റെ ഇതിനകത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സ്റ്റാൻഡിങ് ക്വാളിറ്റി ബെസ്റ്റ് സിൽവറിനാണ്. സിൽവറിന് അതിൻ്റെ മെയിൽ കുഞ്ഞ് ഇല്ലായിരുന്നു, അത് ഫീമെയിൽ ഇറങ്ങിയുള്ളൂ. അതിൻ്റെ ഡാഡി പ്രാവ് ചത്തുപോയി. ആ സിൽവറിന് ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള, നല്ല സ്റ്റാൻഡിങ്ങും മാർക്കിങ്ങും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ക്വാളിറ്റി മുഖിയായിരുന്നു. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇറങ്ങിയ കുഞ്ഞ് ഫീമെയിലായിപ്പോയി. പിന്നെ വേറൊരു ഫീമെയിൽ മുഖിയും അത് വേറൊന്നും ഫീമെയിൽ കുഞ്ഞും കൂടെ ഉണ്ടായിരുന്നു, അത് ചത്തുപോയി. അപ്പോൾ അതിൻ്റെ ഇനം കിട്ടിയില്ല എനിക്ക്. സ്റ്റാൻഡിങ് കിട്ടി, പക്ഷേ ആ മുഖി നല്ല മുഖി വേറെ ഫീമെയിൽ മീഡിയം ക്വാളിറ്റി ആയിട്ടുള്ള മുഖിയായിട്ടാണ് ക്രോസ് ആയത്. അപ്പോൾ അങ്ങനെ ആയപ്പം മാർക്കിങ് കിട്ടിയില്ല, പക്ഷേ സ്റ്റാൻഡിങ് ക്വാളിറ്റി കിട്ടി. അങ്ങനെ പ്രശ്നം ഉണ്ടായി. സ്റ്റാൻഡിങ് എന്തുവാണെങ്കിലും കിട്ടിയിട്ടുണ്ട്. അതായപ്പോൾ മീഡിയം ക്വാളിറ്റിയാണ് മുഖികൾ. അപ്പം തീരെ ഈ മീഡിയം ക്വാളിറ്റി പോലും ഇല്ലാത്ത മുഖിയെ എങ്ങനെ തിരിച്ചറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹെഡിൻ്റെ അവിടെ ആ മാർക്കിങ് ഭയങ്കര ഓർഡർ തെറ്റായി പോകും. അതായത് ആ രീതിയിലല്ല, അങ്ങനെ ഓർഡർ ഈ വൈറ്റ് ഇങ്ങനെ വരാതിരുന്നിട്ട് കംപ്ലീറ്റ് വൈറ്റായിട്ട് കഴുത്തയിലോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നാടൻ പ്രാവിൻ്റെ വിലയെ കിട്ടത്തുള്ളൂ. അതായത് ഏത് കടയിൽ കൊണ്ട് കൊടുത്താലും 200 രൂപ വല്ലതും 300 വല്ലതും കിട്ടിയ ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതി. കറക്റ്റ് നാടൻ പ്രാവിൻ്റെ റേറ്റ് ആയി പോകും. അപ്പോൾ ഇത് മീഡിയം ക്വാളിറ്റിയാണ്. ഇതിനൊരു ഞാൻ പറയാം, ബ്ലാക്കിന് നോർമലായിട്ട് 1000 രൂപ, ഇതിനൊക്കെ 1200. സിൽവറിന് 1500 വരും. സിൽവറിന് അത്യാവശ്യം ഡിമാൻഡുണ്ട്. ബ്ലാക്കിന് നല്ലപോലെ ഡിമാൻഡ് കുറഞ്ഞു. ലോക്ക്ഡൗണിലായിരുന്നു ബ്ലാക്കിനൊക്കെ ഭയങ്കര ഡിമാൻഡ്. 2500 എല്ലാം ബ്ലാക്കിന് വരെ വിലയായിരുന്നു, ആ റേറ്റ് ആയിരുന്നു.
ഇപ്പോൾ ഡിമാൻഡെല്ലാം പ്രാവിൻ്റെ കുറഞ്ഞു. പക്ഷേ മുകികളിലെ ചില ബ്രീഡിൻ്റെയൊക്കെ ഉണ്ട്. ഫുൾ വൈറ്റ്, ആൽമണ്ട്, റെഡും, ഇത് ഇത്രയാണ് ഏറ്റവും ഡിമാൻഡുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഏത് ഇരിക്കുന്ന ബ്രീഡാണെന്ന് തീർച്ചയായിട്ടും വീഡിയോയുടെ കമൻറ്റ് താഴെ രേഖപ്പെടുത്തുക ഗൈസ്. പിന്നെ മുഗി എന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് ഗൈസ്. ഒരു പ്രാവിനെ വളർത്തുന്നുണ്ടെങ്കിൽ എനിക്ക് മുഗി എന്നുള്ള ബ്രീഡിനെ വളർത്തിയിരിക്കണം. അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. നാടൻ പ്രാവിൻ്റെ കൂടെയൊക്കെ തുറന്നു വിടാം, കുഴപ്പമൊന്നുമില്ല ഗായ്സ്. പിന്നെ ഞാൻ ഏതെങ്കിലും വേറെ ബ്രീഡിനെ വളർത്താനൊരു താല്പര്യമുണ്ട് ഗൈസ്. ഞാൻ ഏത് ബ്രീഡിനെ ഏതെങ്കിലും വളർത്താൻ താല്പര്യമുള്ള ബ്രീഡ് ഏതാണെന്ന് നിങ്ങൾക്കൊന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് രേഖപ്പെടുത്തുക. ഞാൻ പറ്റുവാണെങ്കിൽ ഒന്ന് വളർത്താവുന്നതാണ് ഗൈസ്. പിന്നെ ഈ മുഗിയുടെ പ്രാവിൻ്റെ കൂടെ വലിയ സൈസുള്ള ബ്രീഡിനെ ഒന്നും വളർത്താതിരിക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്. അതിനെ ഒതുക്കാൻ വേറെ ബ്രീഡ് കൊത്തിപ്പറിക്കുകയോ ഒക്കെ ചെയ്യും. ഇത് സൈസ് കുറഞ്ഞ ബ്രീഡാണ് ഗൈസ്. തീരെ സൈസ് കുറഞ്ഞൊന്നല്ല, ഒരു നാടൻ പ്രാവിൻ്റെ സൈസ് തന്നെ വരുന്നുണ്ട്. ഞാൻ ഫാൻറ്റൈലിൻ്റെ കൂടെ ഇട്ട് വളർത്തുന്നുണ്ട്. അത് വലിയൊരു മണ്ടത്തരമാണ്, എന്നാലും കുഴപ്പമില്ല. ഞാൻ ചുമ്മാ എല്ലാത്തിനും കോളനായിട്ട് വളർത്തുന്നേ ഉള്ളൂ. ഫാൻറ്റൈലൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കൊത്തിപ്പറിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മുഗിയെ സൈസ് കുറവായിക്കൊണ്ട് മുഗികൾക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. സൈസ് അത്ര വലിയ പ്രാവ് ഹെവി സൈസുള്ള സാധനമൊക്കെ വരുമ്പോൾ പേടി കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ കോളനായിട്ട് ഒരുമിച്ചിട്ട് വളർത്തുമ്പോൾ. വലിയ സൈസുള്ള പ്രാവ് ചെറിയ പ്രാവിനെ ഒതുക്കുകയും കുത്തിപ്പറിക്കുകയും ചെയ്യും. ഒത്തിരി ചോര വരുന്ന സ്റ്റേജൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ മാറ്റിയിട്ടുണ്ടായിട്ട് വരും. അല്ലെങ്കിൽ ചെറിയ കൊത്ത തൂവലൊക്കെ പോകുന്ന അതൊക്കെ നോർമലായിട്ടുള്ള കാര്യമാണ്, അത് സീനില്ല. ഇത് കണ്ടോ, ഇത് നാടൻ പ്രാവൊക്കെ മുഗിയുടെ കൂടെ വരും. ഈ മുഗിയെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ വേറെ പ്രാവുകളൊക്കെ ഇതിൻ്റെ കൂടെ ചേരും, നാടൻ പ്രാവൊക്കെ. മുഗി എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഹൈറ്റിലൊക്കെ സ്ഥലത്തോട്ടൊക്കെ പോകുന്നതാണ് ഗൈസ്. ചില പ്രാവൊക്കെ എൻ്റെ പോയിട്ട് 4 മണിക്കൊക്കെ വരത്തുള്ളൂ. രാവിലെ പോയിട്ട് വേറെ എവിടെയെങ്കിലും തീറ്റ ചെയ്യുന്നത്, അങ്ങനെ പോകുന്ന ടൈപ്പ് മുഗിപ്രാവൊക്കെ ഉണ്ട്. ഇതിപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെ, ദൂരെ ഒന്നും പോകാത്ത പ്രാവാണ് ഗൈസ്. ഈ ഏരിയയിൽ തന്നെ നിൽക്കും. ഇതൊക്കെ മുട്ടയിട്ടാണ് ഗൈസ്, അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. അല്ല മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ അത്യാവശ്യം വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കത്തില്ല, ഇച്ചിരി കറങ്ങാനൊക്കെ പോകും, ഇച്ചിരി ഇപ്പോഴൊന്നും വരത്തില്ല. പിന്നെ 2 രീതിയിലും മെയിൻറ്റെയിൻ ചെയ്യാം ഗൈസ് നമുക്ക്. ഒന്നെന്ന് പറഞ്ഞാൽ ഹെവി മുഗികളെ 2-3 ബ്രീഡ് നമ്മുടെ ഈ കാണണം, ഹെവി സൈസും ക്വാളിറ്റി ഉള്ളത്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയ്റ്റ്, അതായത് വെയിറ്റ് കുറവായിരിക്കണം മുഗിക്ക്. എന്നിട്ട് ക്വാളിറ്റിയും കാണണം, മാർക്കിങ്ങും എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. അതാണ് ഈ വെയിറ്റ് കുറവുള്ള പ്രാവാണ് ഏറ്റവും കൂടുതൽ ഹൈറ്റ് പറക്കുന്നതും പല സ്ഥലങ്ങളിലൊക്കെ സർവൈവ് ആയി പോകാൻ ചാൻസ് ഉള്ളു. അപ്പോൾ ആ ബ്രീഡിനെയും വേണം, വെയിറ്റുള്ള മുഗിയും വേണം. ഇതിപ്പോൾ അത്യാവശ്യം മീഡിയം സാധനമാണ് ഗൈസ് ഈ വെയിറ്റൊക്കെ. തീരെ ലൈറ്റ് വെയിറ്റ് ഒരെണ്ണം ഉണ്ടായിരുന്നു, അതിനെ ഞാൻ കൊടുത്തു. ഞാൻ അല്ലായിരുന്നു അതിനെ കാണിച്ചു തരാമായിരുന്നു. നല്ല അത്യാവശ്യം നല്ല മുഗിയായിരുന്നു അത്. ഇനി മിക്കവാറും ഞാൻ സാറ്റി എന്ന് പറഞ്ഞൊരു ബ്രീഡിനെ വളർത്താൻ താല്പര്യമുണ്ട് ഗൈസ്. ചിലപ്പോൾ അത് പക്ഷേ റിസ്ക് ആണ്. അതിൻ്റെ ചുണ്ട് ഇങ്ങനെ ചെറുതായിക്കൊണ്ട് അതിന് അപകടം പറ്റാൻ ചാൻസ്, അത് അതിനെ എന്തെങ്കിലും പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിന് ചെറുതാണ് സാറ്റി എന്നുള്ളത്. ചുണ്ടിൻ്റെ ഏരിയയൊക്കെ വീക്കായിട്ടുള്ളതായിക്കൊണ്ട് അത് റിസ്ക് ആണ്. പക്ഷേ കാണാൻ പൊളിയാണ്. അത് 1000 രൂപയ്ക്ക് ഞാൻ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഡൗട്ടാണ്, സർവൈവ് ആവുമെന്ന് ഡൗട്ടാണ്. അതുകൊണ്ട് ഞാൻ വാങ്ങിക്കുന്നില്ല. ഏതെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കണം ഇനി അടുത്ത ഏതെങ്കിലും ബ്രീഡ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഗൈസ്. നിങ്ങൾ മുഗിപ്രാവിനെ വളർത്തുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്. ബൈ ബൈ.